അട്ടടിച്ചാട്ടോ എന്താ കോടലേ, നമുക്ക് ഇവിടെ നിന്ന് കാണൂല. ഇതിൽ കൂടെ ഗൈസ് രാവിലെ 5:50 സമയം. കാഫിത് വറക്കുന്ന കൈ എന്നാ തിരുനെറ്റിക്കല്ലാട്ടോ കയറാൻ വേണ്ടി പോകുന്നു. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള തിരുനെറ്റിക്കല്ല് എന്നൊക്കെ പറയുന്ന ഒരു സ്പോട്ടുണ്ട്. ഒരു ഇടലും വ്യൂ പോയിന്റ് ആണ്. അപ്പം വേറെ ഏതോ 1-2 വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടോയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ വീഡിയോ ഇട്ടു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കും. അപ്പം പോകുന്ന ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, വിനേസ്, സൽമാൻ, നാഫി, പിന്നെ അങ്കിളിൻ്റെ ഒരു അനിയനും കൂടെ ഉണ്ട് കേട്ടോ. അങ്കിള് പോരുന്നില്ലെന്ന് പറഞ്ഞു, അതായത് സാർ പോരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഏകദേശം 4 മണിക്കായപ്പോൾ ഞാൻ എണീറ്റ് ഉണ്ടായിരുന്നു. ഇവന്മാരെല്ലാവരെയും വിളിച്ച് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇവന്മാരൊക്കെ ഇതേ ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ അവന്മാർ പ്ലാനൊക്കെ ചെയ്യുവാന്ന് തോന്നുന്നു, പോകാനുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുള്ള ചെറിയ വീഡിയോ ഞാൻ Insta360 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ വിഷ്വൽസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മെയിൻലി നമ്മുടെ ഈ ഒരു ഫോണും നമ്മൾ കാർ സെറ്റപ്പാണ് പോകുന്നത് കൊണ്ട് ആ ഒരു സെറ്റപ്പിലോട്ട് ആക്കിയെടുത്ത കേട്ടോ. അതായത് ഗോപ്രോ ഒന്നും എടുത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം. നമ്മളെ കാർ സെറ്റാട്ടോ. ഈ ഒരു കാറ് എനിക്ക് ഇഷ്ടമായി മറ്റേ സ്വിഫ്റ്റിനെക്കാട്ടി. എനിക്ക് പേഴ്സണലി മറ്റേ സ്വിഫ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. ആദ്യം മറ്റേ സ്വിഫ്റ്റ് ആയിരുന്നു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയില്ല അതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര മോഡലായിരുന്നു സ്വിഫ്റ്റ്. മറ്റേ സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ VDI, ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പുതിയ മോഡലേ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ പറഞ്ഞാലും എല്ലാ സംഭവം. മറ്റേത് ഇൻറ്റീരിയർ എന്ന് പറയുമ്പം ഒരു രസമില്ല കേട്ടോ, ഒരുമാതിരിയാണ് സംഭവം. കാർ എന്തായാലും നൈസായിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഈ വീട്ടിലാണ് പോകുന്നത്. ഞാൻ വീട് സംഭവം ഒന്നുകൂടെ കാണിച്ചു തരാം, ഒന്നുകൂടെ പുറത്തിറങ്ങിയിട്ട്. ഗൈസ് അങ്ങനെ നമ്മളിവിടെ നിന്ന് ചായ എല്ലാം കുടിച്ച് ഇതേ ഇറങ്ങും കേട്ടോ. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടുണ്ട്. കാറിലായതുകൊണ്ട് വലിയ സീനില്ല, പക്ഷെ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെ പോകുമെന്ന് ആലോചിക്കും. ഇതേ നമ്മുടെ നാഫി ഗൈസ് പോകുന്ന വഴികൾ നിറച്ച് കോട. ഇറ്റകള് വീഡിയോ എടുക്കുന്നുണ്ട്, ചിരിക്കട്ടെ ഗൈസ്. നോക്കട്ടെ, സൽമാനാണ് ഊക്കിന്റെ മെയിന്. ആളെ കണ്ട പറയില്ല അമ്മമാര് ഊക്കാന്ന് കണ്ടോ. ചുളിയിൽ കിക്കിലേക്ക് പറഞ്ഞപ്പോ ഇതാണ് സംഭവം. എന്താ കോടലേ, നമുക്ക് ഇവിടെ നിന്ന് കാണൂല. ഇതിൽ കൂടെ ഒന്നും കാണുന്നില്ല കേട്ടോ, രാത്രി ഇരുട്ടായോണ്ട്. അപ്പൊ ഞാൻ രാവിലെ ആയിട്ട് കാണിച്ചു തരാം. ഇവ കണ്ടില്ല പിന്നെ ഊക്കണ് ഗൈസ്. രാവിലെ 5:50 സമയം. നാഫി പറഞ്ഞ ടൈമാണ്. നാഫിത് വറക്കുന്ന കൈ അല്ല. നമ്മള് ട്രക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുനെറ്റിക്കല്ലാട്ടോ കയറാൻ വേണ്ടി പോകുന്നത്. നമ്മള് ഇത് കഴിഞ്ഞിട്ട് റാണിപുരം പോകുന്നുണ്ട് അല്ലേ സൽമാനെ. അപ്പം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കോട മൂടിയ വഴിയാണ്. ക്യാമറയിൽ കാണണമെങ്കിൽ കുറച്ചും കൂടി രാവിലെ കാണാം, ഇത് കാണില്ല. പാരിക്കൂട്ടം ഫുൾ സെറ്റാട്ടോ. ട്രക്കിങ്ങിന് വേണ്ടി തയ്യാറെടുപ്പുകളോടുകൂടി പാരിക്കുട്ട അതേ മുന്നിൽ പോകുന്നു, ബാഗൊക്കെ ആയിട്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി. നമ്മളെ പണ്ട് കയറിന് അതേ കോണി കയറി മലിൻ്റെ ഏറ്റവും ടോപ്പ് പോയിട്ട് ഒന്ന് വിശ്രമിക്കണം ഗൈസ്. ആർക്കാ പേടിയാണ്? നീച്ച് കേറി പോയിക്കണി. കോട ഫുള്ളി കോട മൂടിയ മലന്റെ മേലെ. ആയിക്കോട്ടാ ഒന്ന് പോസ് ചെയ്ത വീഡിയോക്ക്. അത് വേറെ മൂടില്ല, ഏതല്ല പീസ്. തണുപ്പ്, കോട, കാറ്റ്, കിടിലൻ കാറ്റ്. ആരാണ് സൽമാനോ? ക്യാമറമാൻ. ഞാൻ കേക്കുണ്ടോ? എന്താ കുരിശില് ചാരി
സൈഡിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോകുന്നുണ്ട് കേട്ടോ. താഴോട്ടുള്ള വ്യൂ ഇങ്ങനെ വരുന്നു പോകുന്നു, കോടം കൂടുന്നു. സൽമാൻ ഇതേ കിടന്നുറങ്ങുന്നു. കൂട്ടാ ക്യാമറമാൻ. ഗായ്സ് ദേ ഇവിടെ വ്യൂ ഓപ്പണായി വരുന്നുണ്ട് കേട്ടോ. കോടൊക്കെ മാറി തെന്നി മാറി വ്യൂ വരുന്നുണ്ട്. നാഫി നോക്കിക്കേ, കിട്ടില്ലൻ ആരിക്കുട്ടൻ. ചെക്ക് നമ്മുടെ ഷോ തുടങ്ങിയാണ് ഗൈസ്. ഓന് വർക്കൗട്ട് എല്ലാവരും ഇടയും ചെയ്താണ്ട് ഷോ ഇടാണ്. ഇത് ഇങ്ങനെ ഒരു സാധനം ഇത് പറഞ്ഞിട്ട് ഇവിടെ മേടിച്ചൊന്നും വർക്കൗട്ട് മാൻ പിക്കടിക്കുന്നു. അല്ല ഇത് രാത്രി കിടന്നപ്പോണ്ടാ തണറടാ. ഗൈസ് നോക്കിക്കാ വ്യൂ. സണ്ണ് ദേ ഇവിടെ റൈസായി വന്നിരിക്കുന്നു. അപ്പം ഫുള്ളി കാണാൻ പറ്റുന്നൊന്നുമില്ല കേട്ടോ. ഏകദേശം ആ ഒരു സൈഡിൽ നിന്ന് വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവം. ക്ലീനായി ഇങ്ങാണ്ട് ഇങ്ങനെ ഓക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ആ ഒരു സ്പോട്ടിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ ഇറങ്ങാ. അപ്പം ഇനി നമ്മൾ ആ ഒരു സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഇറങ്ങാ. ഗൈസ് നമ്മൾ ഇതിലൂടെ ആ ഒരു എൻപോഷൻ ഒരു പാറൻ്റെ ഗുണാക്കേവ് പോലെ നമ്മൾ പോവാണ്. ഉള്ളിൽ കൂടെ പോവാണ്, കാട്ടിനുള്ളിൽ കൂടെ പോകുന്നു. ഇങ്ങനൊക്കെ വേണോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ നാഫി അവിടെ ഗൈസ് അങ്ങനെ ആ ഒരു ലാസ്റ്റത്തെ സ്പോട്ടിൽ നമ്മളെത്തി. പേടിച്ചിക്കണേ. ഇതല്ല പുലി. പുലിനെ കല്ലെടുത്ത് വെക്കാം. പ്രശ്നമാവും. ചിലപ്പോൾ പട്ടി ഉണ്ടാവും, ചിലപ്പോൾ വേറെ പന്നിനെ ഉണ്ടാവും.
ഗൈസ് അങ്ങനെ നമ്മള് പരിപാടീസ് എല്ലാം കഴിഞ്ഞു ദേ ഇവിടെ എത്തി. ഞാൻ വീഡിയോ ഓണാക്കിയ അവന്മാർ ചിരിക്കാണ്. നമ്മളെ സൽമാന് സ്റ്റോറി സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ നോക്കുന്നുണ്ട്. നാഫി അവന് അവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റാണിപുരം പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ സാറിൻ്റെ വീട്. ഇതുണ്ടോ, ഇത് സാറിൻ്റെ ബൈക്ക്. നമ്മളെ കാറ് താണ്ടിയിട്ട് സാറ് ബൈക്ക് അങ്ങോട്ട് ഇട്ടാണ്. ഇത് നമ്മുടെ കാറ്. സൽമാൻ ഇവന്മാർ എന്തൊക്കെയോ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഹട്ടുണ്ടായിരുന്നു സൽമാൻ എൻ്റെ ഇതിൽ. ഹട്ടാണിത് അടിച്ചാട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ റാണിപുരം പോകുന്ന സംഭവമൊക്കെ ആയിരിക്കും. എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോദിനപ്പോൾ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പിന്നെ ചെറുക്കിട്ട് അപ്പം എനിക്കും ചെറിയ തരിക. നാഫിയ ഒരായി അറിയി. അപ്പോൾ അവൻ്റെ ആയി ഇട്ടിട്ട് പയ്യ അറിയാം. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.